നൈപുണ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നും നമ്മൾ പൂക്കൾ കൊണ്ട് നിറഞ്ഞ ഗാർഡനുകളിലേക്കാണ് വരാറുള്ളത്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇലച്ചെടികൾ കൊണ്ട് മനോഹരമായിട്ടുള്ള ഗാർഡൻ നിർമ്മിച്ചിട്ടുള്ള ചിത്ര ചേച്ചിയുടെ തൃശ്ശൂരിലെ പൊഞ്ഞനത്തുള്ള വീട്ടിലേക്കാണ്. ഇവിടെ ഒരുപാട് തരത്തിലുള്ള ഇലച്ചെടികൾ കൊണ്ട് മനോഹരമായിട്ടുള്ള ഗാർഡൻ ഉണ്ടാക്കിയിരിക്കുകയാണ് ചിത്ര ചേച്ചി. ഒരുപാട് ഏരിയയിലായിട്ടാണ് ഈ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ചെടികളില്ലാത്ത ഒരു ഭാഗം തന്നെ ഈ വീട്ടിലില്ല. വീട്ടിന് പുറത്ത് 4 ചുറ്റിലും നിറയെ ചെടികളാണ് കേട്ടോ. അതും പലതരത്തിലുള്ള ചെടികളുണ്ട്. ആന്തൂര്യത്തിൻ്റെ വെറൈറ്റീസ്, അതുപോലെ തന്നെ ഫിലോഡെൻഡ്രോൻ്റെ, പിന്നെ പേര് കേട്ടിട്ടില്ലാത്ത ഒരുപാട് വെറൈറ്റികൾ ഈ ഒരു ഗാർഡനിൽ വന്നപ്പോൾ കാണാൻ പറ്റി. നിങ്ങൾക്കും ഒത്തിരി വെറൈറ്റികൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാം കേട്ടോ. കുറച്ച് വെറൈറ്റികൾ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ നോക്കാം. മനോഹരമായിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ. ചിത്ര ചേച്ചിയുടെ ഈ മനോഹരമായിട്ടുള്ള ഗാർഡൻ വീഡിയോ നമ്മൾ മുമ്പും ഒരു പ്രാവശ്യം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1 വർഷത്തിന് മുകളിലായിട്ടുണ്ട് എൻ്റെ ഒരു ഓർമ്മ. ആ സമയത്ത് ഞാൻ വന്ന് കണ്ടപ്പോൾ തന്നെ നിറയെ ചെടികളുണ്ട്. ഇപ്പോൾ അതിന് ഇരട്ടി അയക്കുകയാണ്. ഇരട്ടി എന്ന് പറഞ്ഞ പോലെ അതിനേക്കാൾ കൂടുതൽ ചെടികൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അല്ലാതെയും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. വലിയ ടൈപ്പ് പ്ലാന്റ്സുകളുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ തന്നെ ചെറിയ പ്ലാന്റുകൾ ആവശ്യമെങ്കിൽ അങ്ങനെയായിട്ടും നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ഇന്ത്യയിൽ എവിടേക്കും കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസൊക്കെ നമ്മൾ എഴുതി കാണിക്കുന്നുണ്ട്. നിങ്ങൾ നമ്പറൊക്കെ ഒന്ന് സേവ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ പ്ലാന്റ്സ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുത്താൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും റേറ്റൊക്കെ കാര്യങ്ങളൊക്കെ പറയും. നമ്മൾ വീഡിയോയിൽ റേറ്റ് പറയുന്നില്ല, വെറൈറ്റികൾ കാണിക്കുന്നുണ്ട്. ആന്തൂറിയം വെറ്റാരിഫോളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി പ്ലാന്റാണിത്. ഇതിൻ്റെ വലിയ ലെങ്ത്തിലുള്ള ലീഫുകളാണ് ഇതിൽ വരുന്നത്. ഗാർഡനിൽ അധികം വെയിലൊന്നും കിട്ടാത്തവർക്ക് പൂച്ചെടികളൊക്കെ വളർത്താനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫ്ലവർ ഉണ്ടാകുന്നത് കുറയുമെന്ന് പറഞ്ഞിട്ട്. എന്നാൽ ചെടികൾ വളർത്താനുള്ള ഇഷ്ടം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇത്തരത്തിലുള്ള പ്ലാന്റുകളാണ് സെലക്ട് ചെയ്യാവുന്നത് നല്ലത്. നമുക്ക് ഹാങ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിലത്ത് ചട്ടിയിലോ അല്ലെങ്കിൽ പടർത്തിയൊക്കെ വളർത്താൻ പറ്റിയിട്ടുള്ള ഒരുപാട് വെറൈറ്റികൾ ഈ ഇലച്ചെടികളിൽ പെടുന്നുണ്ട് കേട്ടോ. അത് ഇൻഡോറായിട്ടും നമുക്ക് ഔട്ട്ഡോറായിട്ടും വളർത്താൻ പറ്റും. അപ്പോൾ ഗാർഡനിൽ വെയിലില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു പ്രശ്നമില്ല, ഗാർഡൻ അടിപൊളിയാക്കാൻ പറ്റും. ഇത് ഫിലോഡെൻഡ്രോണിൽ വരുന്ന ഒരു വെറൈറ്റിയാണ്. ഫിലോഡെൻഡ്രോൺ ഷെറോണി എന്നാണ് ഇതിൻ്റെ പേര്. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. ഞാനിവിടെ മുകളിൽ സ്പെല്ലിംഗ് എഴുതി കാണിക്കുന്നുണ്ട് അതിൻ്റെ പേര്. ഇതും ഫിലോഡെൻഡ്രോണിൽ വരുന്ന ഒരു വെറൈറ്റിയാണ്. ഫിലോഡെൻഡ്രോൺ മാമി എന്നാണ് ഇതിൻ്റെ പേര്. നല്ല ഭംഗിയുള്ള ലീഫാണ് കേട്ടോ വരുന്നത്. അതുപോലെ ഇതും ഒരു ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയാണ്. നല്ല ലെങ്ത്തിലുള്ള ലീഫാണ് ഇതിൽ വരുന്നത്. ഇതും ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയാണ്. സമ്മർ ഗ്ലോറി എന്ന് പറയുന്ന ഒരു വെറൈറ്റി. ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ്. ലീഫിൻ്റെ താഴ്ഭാഗം ഒരു റെഡ് കളറാണ് വരുന്നത്. ഇതും ഫിലോഡെൻഡ്രോണിൽ വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതുപോലെ നമുക്ക് പടർത്തി വളർത്താൻ പറ്റും. നല്ല ഭംഗിയുള്ള കളറൊക്കെയാണ് അതിൽ വരുന്നത്. വെയിൽ ഇത് ആന്തൂറിയം റെഡ് ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഫസ്റ്റ് വരുമ്പോൾ ലീഫ് റെഡ് കളറിലാണ് വരുന്നത്. ഇത് ലക്ഷറിയനാണ്. ഇത് പാപ്പിലോമിയം. ഇത് വിലനേറിയം. ഫോർഗറ്റി. ഇത് ഫോർഗറ്റി ഹൈബ്രിഡ്. അതിൻ്റെ മിനിച്ചർ ടൈപ്പ് ഫോർഗറ്റിയാണ്. ഇത് ആന്തൂറിയം ക്ലാരിനേറിയം. ഇത് ആന്തൂറിയത്തിലൊരു വെറൈറ്റിയാണ്. ആന്തൂറിയം ഡ്രാഗൽ സ്റ്റിപ്സ് എന്നാണ് ഇതിൻ്റെ പേര്. അതുപോലെ ഇതും ആന്തൂറിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഫോർഗറ്റി റെഡ് സ്പൈഡർ എന്നാണ് ഈ ഒരു വെറൈറ്റി. ഇപ്പോൾ കണ്ട എല്ലാ പ്ലാന്റുകൾ ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റ്സുകൾ സെയിലിനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്.
ഇത് ആന്തൂറിയം വെച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇതും ആന്തൂറിയത്തിൽ വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് ഹാപ്പി ബണ്ണി. ഇപ്പോൾ തന്നെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ കണ്ടു. എത്ര വെറൈറ്റി എന്ന് പറയാൻ പറ്റില്ല, അത്രയ്ക്കധികം വെറൈറ്റി പുതിയ പ്ലാന്റുകൾ ഞാൻ കണ്ടു കഴിഞ്ഞു. ഇനിയും ഉണ്ട് കേട്ടോ ഒരുപാട് കാണാനായിട്ട്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ. റെഡ് കളറിൽ ഒരു ദിവസമേ ഫ്ലവർ നിൽക്കത്തുള്ളൂ, പക്ഷെ നല്ല ഭംഗിയുള്ള പൂക്കളാണ്. നല്ല കട്ടയായിട്ടാണ് ഇതിൽ പൂക്കൾ വിരിയുന്നത്. ഇത് അലോക്കേഷ്യ വെറൈറ്റിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ലീഫാണ്. അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ തണ്ടിൽ മഞ്ഞ കളറാണ്, ലീഫിലും ഗ്രീനും യെല്ലോ മിക്സ്ഡ് ആയിട്ടുള്ള കളേഴ്സാണ് വരുന്നത്. അതുപോലെ ഇതും അലോക്കേഷ്യയുടെ ഒരു വെറൈറ്റിയാണ്. മിക്കി മൂസ് എന്നാണ് ഈ ഒരു വെറൈറ്റിയുടെ പേര്. നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. ഇത് ഡിസ്ചീഡിയയുടെ ഒരു വെറൈറ്റിയാണ് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുള്ളത്. ഇത് നമുക്ക് ഹാങ് ചെയ്തിടാം, അതുപോലെ തന്നെ മരത്തിലൊക്കെ ഇങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. ഈ ഒരു ഭാഗത്ത് ഒരുപാട് പ്ലാന്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹാങ് ചെയ്തിട്ടും അല്ലാതെയായിട്ട് ഒരുപാട് പ്ലാന്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരുമിച്ച് പ്ലാന്റുകൾ ഇങ്ങനെ സെറ്റ് ചെയ്ത ഒരു സ്ഥലത്ത് ചെന്ന് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീല് നമുക്ക് തോന്നുന്നുണ്ട്. നല്ല കൂളിംഗാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ, കാരണം ഒരുപാട് പ്ലാന്റുകളാണ് നനവായിട്ടും അതുപോലെ തന്നെ തണലായിട്ടും ഒക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. നല്ലൊരു സുഖമാണ് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോ എടുക്കാൻ വന്ന സമയത്തും കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഓർക്കിഡ് വെറൈറ്റിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. 9 വർഷത്തിലൊക്കെ അധികമായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഈ ഒരു പ്ലാന്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ട്. ഇതുമെന്ന് തന്നെയാണ് ചെറിയ ചെറിയ പ്ലാന്റുകൾ അതിന് ഉണ്ടാകുന്നതും. നല്ല ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് കൂടിയാണ്. ഇവിടെ ഒരുപാട് തരത്തിലുള്ള അഗ്ലോണിമ വെറൈറ്റീസാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പലതരത്തിലുള്ള അഗ്ലോണിമകളുണ്ട്. അതുപോലെ തന്നെ വലിയതും ചെറിയതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള അഗ്ലോണിമ പ്ലാന്റുകളാണ് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പല നിറത്തിലുള്ള അഗ്ലോണിമ പ്ലാന്റുകൾ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നത് കാണാൻ എന്തു ഭംഗിയാണല്ലേ. നമ്മുടെ ഗാർഡനെ വളരെ മനോഹരമാക്കാനായിട്ട് ഇത്തരത്തിലുള്ള കുറച്ച് നിറങ്ങളിലുള്ള അഗ്ലോണിമ പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ തന്നെ സാധിക്കും. അത്രയ്ക്കും ഭംഗിയാണ് അഗ്ലോണിമ പ്ലാന്റുകൾക്ക്. ക്രീപ്പറും ക്ലാമ്പറും ഹാങ്ങിങ്ങും ഒക്കെ ആയിട്ട് ഒത്തിരി പ്ലാന്റുകൾ ഇനിയും ഉണ്ട്. ഒരുപാട് ഫാൻ വെറൈറ്റികളുണ്ട്. ഹാങ്ങിങ്ങിൽ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു ഫാനിൽ പെടുന്ന വെറൈറ്റിയാണ്. അതുപോലെ ഇതും ഒരു ഫാൻ വെറൈറ്റിയിൽ പെടുന്ന പ്ലാന്റാണ്. ഇതിലെ ഓരോ പ്ലാന്റുകളും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇതിൽ ഓരോ ചെടികളും സൂക്ഷിച്ച് നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത്, ഇത് നല്ലൊരു ഇൻഡോർ പോട്ടിലൊക്കെ വെച്ചിട്ട് വീടിനകത്ത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളർത്തുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും കാണാനായിട്ട്. അതാണ് എൻ്റെ മനസ്സിൽ വന്നത് കേട്ടോ. കാരണം ഇതിൻ്റെ ലീഫിൽ നല്ല ഭംഗിയുള്ള ഷേപ്പിലും നല്ല കളറിലും നല്ല വെറൈറ്റി പ്ലാന്റുകളാണ് ഇവിടെ ഉള്ളതെല്ലാം. ഈ ഒരു ഫ്ലവർ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. നമ്മുടെ കയ്യിനെക്കാട്ടും വലിയ ഫ്ലവറാണ് വരുന്നത്. ഇത് നല്ല ഭംഗിയുള്ള ഒരു അലോക്കേഷ്യ വെറൈറ്റിയാണ്. നല്ല രസമുണ്ട് കാണാൻ. സിൽവർ കളറിൽ നല്ല ഡാർക്ക് ഗ്രീനൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഈ പ്ലാന്റിൻ്റെ പേര് എനിക്കറിയില്ല. ഇതൊരു ഫാൻ വെറൈറ്റി ആണെന്ന് തോന്നുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. വലിയൊരു പോട്ടിലൊക്കെ ഇരിക്കുന്നത്. എനിക്ക് പേരറിയാത്ത ഇനി ഒത്തിരി പ്ലാന്റുകളുണ്ട് കേട്ടോ. അതും കൂടെ നിങ്ങൾ കാണിക്കാം. നല്ല ഭംഗിയുള്ള പ്ലാന്റ്സാണ്. ഇത് നല്ല ഭംഗിയിൽ പടർത്തി വളർത്തിയിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. ഇതിലിങ്ങനെ ഹാങ് ചെയ്ത് എടുക്കുന്ന ഈ ഞാര് പോലത്തെ സംഭവം ഉണ്ടല്ലോ, അതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഭംഗിയെന്നാണ് പറഞ്ഞത്. അല്ലാതെ ഫ്ലവർ ഒന്നല്ല. ഈ ഞാര് പോലത്തെ സംഭവത്തിന് നല്ല റെഡ് കളറാണ്. എനിക്ക് എത്രമാത്രം കാണാൻ പറ്റുന്നുണ്ടെന്നറിയില്ല.
ഇതൊന്ന് നോക്കിയേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ത് വലിയ പ്ലാന്റാ ഇത്, കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലാന്റുകളൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരിക്കുന്നു. ഭയങ്കര വലിയൊരു പ്ലാന്റാണ് കേട്ടോ. 2 സൈഡിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ പ്ലാന്റുകൾ സെയിലിനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കലാത്തിയ, ഇതൊക്കെ കലാത്തിയ വെറൈറ്റിയിൽ വിടുന്ന പ്ലാന്റുകളാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ലീഫാണ് വരുന്നത്. ഇങ്ങനെ ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വാങ്ങിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. ലൊക്കേഷനും അഡ്രസ്സൊക്കെ നമ്മൾ വീഡിയോൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി വെറൈറ്റി പ്ലാന്റുകളുണ്ട്. ഫിലോഡെൻഡ്രോണും കലാത്തിയ, അഗ്ലോണിമ, ഇതിൻ്റെയൊക്കെ ഒരുപാട് ചെറിയ ചെറിയ പ്ലാന്റുകളുണ്ട്. കലാത്തിയുടെ കുറച്ച് വെറൈറ്റികളാണ് ഈ ഒരു ഭാഗത്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതെല്ലാം KHS പ്ലാന്റുകൾ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഒത്തിരി വെറൈറ്റികളുണ്ട്. ഈ ഒരു ഭാഗത്ത് ഒത്തിരി പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ ബിഗോണിയ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇതാ നല്ല നല്ല കളേഴ്സാണ്. കുറച്ചധികം വെറൈറ്റികൾ ബിഗോണിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ഫേൺ വെറൈറ്റിയാണ്. ഫേൺ വെറൈറ്റിയിൽ തന്നെ ഒരുപാട് പ്ലാന്റുകൾ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒത്തിരി വെറൈറ്റികളുണ്ട്. ഈ കാണുന്ന പ്ലാന്റുകളെല്ലാം സെയിലിനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ. ഒത്തിരി വെറൈറ്റികളുണ്ട്. നിങ്ങളിതിൽ ഒരുപാട് വെറൈറ്റികൾ കണ്ടു കാണുമല്ലോ. അതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പ്ലാന്റുകൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റുകൾ സെലക്ട് ചെയ്യാം. ഓരോ വെറൈറ്റിക്ക് അനുസരിച്ചിട്ടാണ് പൈസ, അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ സൈസിനനുസരിച്ചും. അതുകൊണ്ടാണ് ഓരോ പ്ലാന്റിൻ്റെ റേറ്റും കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാതിരുന്നത്.
നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കാം. സ്ക്രീനിൽ കാണുന്ന നമ്പർ നോട്ട് ചെയ്ത് വയ്ക്കുക, കോൺടാക്റ്റ് ചെയ്യാം. ഇന്ത്യയിൽ എവിടേക്കും കൊറിയർ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.